മനസ്സിലായ? അപ്പൊ നീ എന്ത് ചെയ്യും? സ്വന്തം അമ്മയുടെ വട വിൽക്കാൻ നീ മടിക്കത്തില്ല. സ്വന്തം അമ്മയുടെ വട എടുത്ത് വിറ്റ് കാശാക്കാനും നീ മടിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. സജീന വ്ളോഗ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിൻ്റെ അകത്ത് ഈ സജീന എന്ന് പറയുന്ന വ്യക്തിയെ കൂടുതലും എനിക്ക് തോന്നുന്നത് അവർ രേണുവിൻ്റെ ഒരു സപ്പോർട്ടറാണ്. രേണു സുധീനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്ന ആളാണ്. അവർക്ക് ഇവരുടെ ഒരു കാര്യമെന്ന് ചോദിച്ചാൽ, ഇവർ ആരെങ്കിലും രേണുവിനെ അവർക്കെതിരായിട്ടുള്ള വീഡിയോകൾ ചെയ്താൽ അന്നേരം ഈ പുള്ളിക്കാരത്തിയെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരുന്ന ഒരു പതിവുണ്ട്. അങ്ങനെയുള്ള ഒരു പതിവ് തെറ്റിക്കാതെ പുള്ളിക്കാരത്തി നെക്സോവിയൻ അങ്ങനെ അന്ന് തോന്നുന്നു ഒരു പയ്യൻ്റെ ഒരു 16 വയസ്സ് 17 വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ്റെ ഒരു റിയാക്ഷൻ ചാനലുണ്ട്. ആ റിയാക്ഷൻ ചാനലിൻ്റെ അകത്ത് ആ പയ്യന് കൂടുതലും ഈ രേണു സുധീനെ വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോകൾ ചെയ്യാറുണ്ട്. അപ്പോൾ മിക്ക ആളുകളും തന്നെ രേണു സുധിയുടെ വിഷയം എടുത്ത് റിയാക്ട് ചെയ്യുന്നത് അവരെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഈ പയ്യനും ചെയ്യുന്നുള്ളൂ. കാരണം രേണു സുധിയുടെ പ്രവൃത്തിയെ അങ്ങനെയാണ്, നെഗറ്റീവ് കാണിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കാണിക്കുന്ന നെഗറ്റീവ് തരങ്ങളാണ് പുള്ളിക്കാരത്തിയുടെ കയ്യിലുള്ളത്. അപ്പോൾ അത് വെച്ച് ആളുകൾ കണ്ടൻ്റാക്കി ഇടുക ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ പയ്യനും. അപ്പോൾ ആ പയ്യനെതിരെ കുറേ അശ്ലീല വാക്കുകളാണ് ഈ സജീന എന്ന് പറയുന്ന ഈ വ്യക്തിയെ സംസാരിച്ചിരിക്കുന്നത്. ഇന്നലെ ഞാനും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ തോന്നി, ഇത് ആ ഒരു കൊച്ചു പയ്യനോടാണല്ലോ ഈ രീതിയിലുള്ള മോശമായിട്ടുള്ള ഒരു സംസാരിക്കുന്നതെന്ന്. വേണമെങ്കിൽ നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? നിനക്ക് എന്തെങ്കിലും അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളിൽ ചെറിയ രീതിയിൽ വേണമെങ്കിൽ സംസാരിക്കാം. വീട്ടിൽ അച്ഛനും അമ്മയും വഴക്ക് പറയുകയെന്നോ, നിനക്ക് പഠിക്കാനുള്ള സമയത്ത് നീ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അല്ലാതെ അവനോട് പറഞ്ഞ വാക്കുകൾ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം തരം താഴ്ന്ന സംസാരമാണ് ഈ സജീനയുടെ വാക്കിൽ ഉണ്ടായിരിക്കുന്നത്. 18 വയസ്സിന് താഴെയുള്ള ഈ ഒരു പയ്യനോട് ഇങ്ങനെയുള്ള രീതിയിലുള്ള മോശമായിട്ടുള്ള പെരുമാറ്റം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ പയ്യന് ഒരു കേസുമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ പുള്ളിക്കാരത്തി അകത്താവുക തന്നെ ചെയ്യും. ഇവർക്കെതിരെ കേസ് വരിക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ പയ്യൻ്റെ ഫോട്ടോ സഹിതം കൊടുത്താണ് ഈ പുള്ളിക്കാരത്തി ഇങ്ങനെയുള്ള മോശമായ വാക്കുകൾ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ആ കൊച്ചു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് 16 വയസ്സെന്ന് പറയുമ്പോൾ ഒരു +1 പഠിക്കുന്ന ഒരു പ്രായം, ഒരു 18 വയസ്സിന് താഴെ പ്രായമേ ഉള്ളൂ ആ പയ്യനെ കാണുമ്പോൾ. അപ്പോൾ ഒരു +1 +2 ഒക്കെ പഠിക്കുന്ന ഒരു പ്രായമുള്ള ഒരു കുട്ടിയാണത്. അപ്പോൾ അവൻ്റെ പഠിത്തം കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് അവന് അത് എന്തെങ്കിലും ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അവന് നല്ല രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ ആ കുട്ടിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെയാണ് വിമർശിക്കുന്നത്. അല്ലാതെ അവൻ്റെ വായിൽ നിന്ന് മോശമായിട്ടുള്ളതോ അല്ലെങ്കിൽ കേൾക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള സംസാരങ്ങളോ അല്ല പറയുന്നത്. നല്ല ഒരു വിമർശിക്കാനുള്ള ആ ഒരു കഴിവുണ്ട് ആ കുട്ടിക്ക്. അത് ആ നല്ല രീതിയിൽ തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. രേണുവിനെ പ്രതീഷിനെ ഈ ദാസേട്ടൻ കോഴിക്കോട് അവരെയൊക്കെ പറയുമ്പോൾ രേണു ആൻറ്റിയെന്നോ രേണു ചേച്ചിയെന്നോ അല്ലെ പ്രജീഷ് ഏട്ടായിന്നോ അങ്ങനെയൊക്കെ പറഞ്ഞുള്ള മാന്യമായ രീതിയിൽ മാത്രമാണ് അവരെ അഭിസംബോധന ചെയ്യുന്നത്. അല്ലാതെ തള്ളയെന്നോ അല്ലെങ്കിൽ കിളവിയെന്നോ അല്ലെങ്കിൽ ഈ രേണു സുധീനെ നിക്കൃവിധവയെന്നോ അങ്ങനൊന്നും വിളിക്കുന്നൊന്നും ഇല്ല ഈ പയ്യന്. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന ആ പയ്യനെക്കുറിച്ചാണ് ഇവർ വന്ന് സംസാരിക്കുന്ന വാക്കുകളെന്ന് പറയുന്ന അങ്ങേയറ്റം മോശമായ രീതിയിലാണ്. ഇവരുടെ ഒരു മക്കളൊക്കെ ഉള്ള ഒരു സ്ത്രീയല്ലേ. അപ്പോൾ അവർ ഈ രീതിയിലാണോ അവരുടെ മക്കളോട് ഇങ്ങനെ സംസാരിക്കുന്നത്? ആ ഒരു മക്കളുടെ നിങ്ങളുടെ മകളോ അല്ലെങ്കിൽ മകനോ ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥാനത്തല്ലേ കാണേണ്ടത് ഈ പയ്യനോട്. അങ്ങനെയുള്ള ഒരു പയ്യനോട് ഇതുപോലുള്ള മോശമായ രീതിയിലുള്ള ഒരു സംസാര രീതി ആയിട്ടാണോ ചെല്ലേണ്ടത്? എത്രയാന്ന് പറഞ്ഞാലും ഇവരെ ആ ഒരു കാര്യത്തിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അങ്ങേയറ്റം നെറികെട്ട വർത്തമാനമാണ് ഈ സ്ത്രീ സംസാരിച്ചിരിക്കുന്നത്. നമുക്ക് എന്തായാലും അവർ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കണ്ടന്റുകൾക്കൊക്കെ നല്ല ക്ഷാമം വരും. അപ്പൊ നിനക്ക് വടയും പ്രിവിലേജും ഒന്നും കിട്ടത്തില്ല. ആരുടെ? രേണു സുധിയുടെ. ബാക്കിയുള്ളവരുടെ നഗ്നമായ വീഡിയോ കണ്ടിട്ട് നീ അതിനൊന്നും പ്രതികരിക്കില്ല. അതൊക്കെ കണ്ട് ആസ്വദിക്കും. പക്ഷെ പ്രതികരിക്കുന്നത് ചെറിയ ചെറിയ സാധനങ്ങൾക്കാണ്. മനസ്സിലായ? അപ്പൊ നീ എന്ത് ചെയ്യും? സ്വന്തം അമ്മയുടെ വട വിൽക്കാൻ നീ മടിക്കത്തില്ല. സ്വന്തം അമ്മയുടെ വട എടുത്ത് വിറ്റ് കാശാക്കാനും നീ മടിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പിന്നെ നിന്റെ കൂടെ കൂടാൻ വരെ
ആരാടാ നീ? ആരാന്നാ നിന്റെ വിചാരം? എന്റെ പൊന്നു മോനെ, നീ സ്കൂളിൽ പോകുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ തലേന്ന് തന്നെ ഇവരെ സ്കൂളിൽ വിടുന്നുണ്ടോന്ന് പോലും എനിക്കറിയില്ല. കാരണം സ്കൂളിൽ പോകുന്നവരാണെന്നാണെങ്കിൽ ടീച്ചർമാർ കാണാൻ സാധ്യതയുണ്ട്, കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾ കാണാൻ സാധ്യതയുണ്ട്, അവരുടെ അമ്മമാർ കാണാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ളവന്റെ അടുത്തൊക്കെ അടുപ്പിക്കുമോ? ഇത്രയും ക്രിമിനൽ മൈൻഡ് ഈ ഒരു പ്രായത്തിൽ തന്നെ കണ്ട സെക്സ് വീഡിയോകൾ കണ്ട് അത് റിയാക്ഷൻ വീഡിയോ ചെയ്ത് 10 പൈസ ഉണ്ടാക്കുന്ന ഇവന്റെ കൂടെ ഒക്കെ സഹകരിക്കുന്ന പിള്ളേരുടെ ഭാവി തന്നെ എന്താ? ആ ഒരു സംസാര രീതി കേട്ടില്ലേ? നിനക്ക് കണ്ടന്റ് ഇല്ലാതെ വരികയാണെങ്കിൽ നിന്റെ അമ്മയുടെ വട എടുത്ത് കണ്ടന്റിനായിട്ട് നീ വിൽക്കുമല്ലോ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഒരു പയ്യനോട് ഒരു ഒരു എന്താ പറയുക, ഒരു 16-17 വയസ്സുള്ള ഒരു പയ്യനോട് ആ ആ ഒരു രീതിയിലുള്ള സംസാരമാണോ ഇവർ കാണിച്ചിരിക്കുന്നത്? ഇവരാണ് പറയുന്നതാണെങ്കിൽ ഏറ്റവും തരം താണ ലെവലിൽ സംസാരിക്കുന്നത്, എന്നിട്ടാണ് മറ്റുള്ളവരെ വിമർശിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നു പറയുന്നത്. ഈ പയ്യന് രേണുവിൻ്റെ വട എന്നുള്ള ആ ഒരു സബ്ജക്റ്റ് അതെല്ലാവരും തന്നെ റിയാക്ഷൻ ചെയ്ത മിക്ക ആളുകളും ചെയ്തിരിക്കുന്ന കാര്യമാണ്. അത് രേണു തന്നെ എടുത്ത് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഇട്ടുകൊടുത്തിരിക്കുന്ന മോശമായ ഒരു രീതിയിലുള്ള ഒരു സംസാരമായിരുന്നു. ആദ്യം രേണു ഭക്ഷണം കഴിക്കുന്നിടത്ത് പുതിയൊരു നായകനുണ്ടല്ലോ, അക്ഷയ് എന്നും പറഞ്ഞ്, അവനും ഈ രേണുവും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മീഡിയക്കാരനും വന്നിട്ട് ചോദിക്കുന്നുണ്ട്, രേണുവിന് വട കിട്ടിയില്ലേ അങ്ങനെ കണ്ടൊരു രീതിയിലുള്ളൊരു സംസാരമുണ്ട്. അപ്പോൾ രേണു എൻ്റെ വട എന്തിയെ എന്നും പറഞ്ഞുകൊണ്ട് വയറിൻ്റെ ആ ഭാഗത്തേക്ക് നോക്കുന്ന ഒരു രീതിയുണ്ട്. വട ഇവിടെ തന്നെ ഇല്ലേ അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു. അത്രയും മോശമായ ലെവലിലാണ് അവർ ചോദിക്കുന്നത്. പിന്നെ അതിനുശേഷം ഇവരോട് വേറൊരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് ഈ വടയെക്കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കിന് എൻ്റെ വട ചെറുതല്ലേ, ചെറിയ വട നല്ലതല്ലേ, അതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഡബിൾ മീനിങ് സംസാരം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരായിട്ട് എടുത്തിട്ടിരിക്കുന്ന ഒരു വിഷയമാണ്, അല്ലാതെ മറ്റുള്ളവരോ ഇവർ കാണുന്ന ഈ ആളുകളോ ഒന്നും സംസാരിച്ച ഒരു വിഷയമല്ല. ഇതിപ്പോൾ രേണു തന്നെ എടുത്തു കൊടുത്ത ഒരു സബ്ജക്റ്റാണ് ഈ വടയെന്ന് പറഞ്ഞ് ഈ അത്രയും മോശപ്പെട്ട ലെവലിൽ, തരം താഴ്ന്ന ലെവലിൽ സംസാരിച്ചത് രേണു തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ആളുകൾ പ്രതികരിച്ചത്. അല്ലാതെ ആരും തന്നെ ഈ റിയാക്ട് ചെയ്യുന്ന ആളുകൾ ആരും തന്നെ ഈ ഒരു ഇല്ലാത്ത കഥകൾ കൊണ്ടുവന്ന് ഏച്ചുകെട്ടി കള്ളക്കഥകൾ പറയുന്ന ആളുകൾ അങ്ങനെ ഇല്ല. അങ്ങനെയുള്ള ആളുകൾ ചുരുക്കം ഉള്ളൂ. പക്ഷേ ഈ കുട്ടിയൊക്കെ പറയുന്നത് ഈ രേണു ഒരു കണ്ടന്റ് ഇട്ട് കൊടുക്കുന്ന ആ കണ്ടന്റിനെ കുറിച്ച് എന്താ റിയാക്ഷൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവരെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ പറഞ്ഞിട്ടൊന്നുമില്ല. ഇതിപ്പോൾ ആ പയ്യൻ പറഞ്ഞുണ്ടാക്കിയ കഥയല്ലല്ലോ ഈ വടയെന്നുള്ള കാര്യം. രേണു തന്നെ പറഞ്ഞ്, രേണുവിൻ്റെ തന്നെ വായിൽ നിന്ന് വീണ കാര്യങ്ങളാണ്. അതെല്ലാവരുടെയും കയ്യിൽ തെളിവുകളായിട്ട് തന്നെ ഉണ്ട് താനും. ആ ഒരു വീഡിയോയുടെ ക്ലിപ്പ് എല്ലാവരുടെയും കയ്യിൽ ഉണ്ട്. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്ത ആളുകളുടെ എല്ലാം കയ്യിൽ ഇങ്ങനെ ഒരു വീഡിയോ ക്ലിപ്പ് അവരുടെ എല്ലാം ചാനലിൽ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണുക തന്നെയുണ്ട്. അല്ലാതെ ഈ പയ്യൻ വന്നിട്ട് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് കാര്യമൊന്നുമല്ല. എന്നിട്ട് പിന്നെ ആ പയ്യനെ ഇവർക്ക് വേണമെങ്കിൽ, ഈ സജീന എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണമെങ്കിൽ രേണുവിൻ്റെ വാലായിട്ട് നടക്കാം. അതിനിപ്പോൾ ആരും ഒന്നും പറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരും രേണുവിനെ സപ്പോർട്ട് ചെയ്യണോ എന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെല്ലാവരും രേണുവിനെ സപ്പോർട്ട് ചെയ്യണോ എന്ന് പറഞ്ഞ കാര്യത്തിൽ നടക്കുന്ന കാര്യമല്ല. കാരണം രേണുവിനെ ഇപ്പോൾ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്ത ആളുകൾ തന്നെ വിമർശിക്കാൻ തുടങ്ങി. കാരണം എന്താ, രേണുവിൻ്റെ ആ വായിലെ നാക്കും അതുപോലെ തന്നെ അവർ കാണിച്ചു കൂട്ടുന്ന നന്ദികെട്ട പ്രവൃത്തികളും ഒക്കെ കാരണമാണ് വന്ന വഴി മറന്നുപോയ ആ ഒരു അവസ്ഥയിലേക്കാണ് രേണു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രേണുവിനെ സപ്പോർട്ട് ചെയ്ത ആളുകൾ പോലും ഇപ്പം വിമർശിക്കാൻ ഇടയാകുന്നത്. രേണുവിനെ സപ്പോർട്ട് ചെയ്ത ആളുകൾ ഇപ്പം പറയുന്നുണ്ട്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്തതായിരുന്നു. പല വീഡിയോയുടെയും കമൻറ്റുകളിൽ വരുന്നുണ്ട്, സപ്പോർട്ട് ചെയ്തതായിരുന്നു, ഇപ്പം അതോർത്തിട്ട് തെറ്റായിപ്പോയി എന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. പല വീഡിയോസിൻ്റെ അടിയിൽ കാണാവുന്ന. അതുപോലെ തന്നെ ഇപ്പം ഓരോ രേണുസുധിയുടെ കണ്ടൻറ്റ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞു. ഇപ്പം കമൻറ്റ് ബോക്സിൽ ഒന്ന് നേരത്തെയൊക്കെ നിങ്ങൾക്ക് എന്തായാലും വേറെ പണിയില്ലേ, അവരുടെ കാര്യം നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു കമൻറ്റുകളൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്നു. ഇപ്പം തിരിച്ച് രേണുവിനെ നെഗറ്റീവ് പറയുന്ന കമൻറ്റുകളാണ് കൂടുതലും വന്നേക്കുന്നത്. ഒരു 5 കമൻറ്റ് വന്നാൽ അതിലൊരു 3 കമൻറ്റും രേണുവിനെ തള്ളിപ്പറയുന്ന കമൻറ്റുകൾ തന്നെയാണ് ഇപ്പം കാണാനിടയാകുന്നത്. കാരണം രേണുസുധി തന്നെയാണ് ഇതിനിങ്ങനെ ഒരു ഇടവരുത്തിയിരിക്കുന്നത്. അപ്പോൾ അവർ ഉണ്ടാക്കുന്ന ആ ഒരു വിഷയം അത് മറ്റുള്ളവരെടുത്ത് റിയാക്ട് ചെയ്യുന്നു. അത് അവരായിട്ടുണ്ടാക്കുന്നതാണ്. അല്ലാതെ ഈ പറയുന്ന പയ്യനോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളോ അല്ല ഇങ്ങനെ ഉണ്ടാക്കി ഒരു വാർത്തയാക്കി കൊടുക്കുന്നത്. ഇത് ഇവരുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളാണ്. നിങ്ങൾ തന്നെ, സജീന തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ ചാനലിൽ ഇടുന്നില്ലേ രേണുവിനെക്കുറിച്ച്? രേണുവിന് ബോധമില്ലേ എന്തോ അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടതായിരുന്നു. അതിൻ്റെ എന്താ ഹെഡിങ് തമ്പുരയിലോ അങ്ങാണ്ട് ഒരു ടൈറ്റിലോ ആയിട്ട് അങ്ങാണ്ട് കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്.
അപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അതെന്തും ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തു, രേണുവിനെ സപ്പോർട്ട് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് നടക്കുന്ന കാര്യമല്ല. ആ പയ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പയ്യൻ രേണു കാരണം പറയാൻ ഇടയാക്കിയിരിക്കുന്നതാണ്. അത് അവൻ്റെ കണ്ടന്റ് അവന് രേണു ഇട്ടുകൊടുത്തിരിക്കുന്ന വിഷയമാണ്. അതവൻ പ്രതികരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവൻ്റെ വീട്ടിലുള്ള മാതാപിതാക്കൾക്ക് അവർക്കെന്തായാലും ഉത്തരവാദിത്വമുള്ള മാതാപിതാക്കളായിരിക്കും. ആ പയ്യൻ പഠിക്കുന്നുണ്ട്. പഠിച്ചു കഴിഞ്ഞുള്ള ബാക്കിയുള്ള ഫ്രീ ടൈമിലായിരിക്കും അവന് കുറച്ച് പോക്കറ്റ് മണിക്കോ അല്ലെങ്കിൽ പഠന കാര്യങ്ങൾക്കോ വീട്ടുകാരെ സഹായിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതുപോലൊരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ മിടുക്കൻ തന്നെയാണ്. കാരണം പഠനത്തോടൊപ്പം തന്നെ അവൻ ഇങ്ങനെ ഒരു വരുമാനം കൂടെ ഉണ്ടാക്കാമെങ്കിൽ അത് വളരെ അർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവനെക്കൊണ്ട് കഴിയുന്നത് അവരുടെ വീടിന്, കുടുംബത്തിന്, മാതാപിതാക്കൾക്ക് ഒരു സഹായമാകുന്നെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. അതിന് നിങ്ങൾ പറയേണ്ട കാര്യം ഒന്നും തന്നെയില്ല. അവൻ മോശമായിട്ട് ഒരു കാര്യങ്ങളും പറയുന്നില്ല. ഒരു സെക്സ് വീഡിയോ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നു എന്നൊക്കെയാണ്. നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ടോ ഇങ്ങനൊരു സെക്സ് വീഡിയോ? എന്താണ് നിങ്ങൾക്ക് ഇതിൽ ഉറപ്പിരിക്കുന്നത്? ആ പയ്യൻ സെക്സ് വീഡിയോ ആണോ കാണുന്നത്? രേണുസുധിയുടെ വീഡിയോ കണ്ടിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രേണുസുധിയുടെ വീഡിയോ അന്നേരം സെക്സ് വീഡിയോ ആണെന്നല്ലേ നിങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം ഇരിക്കുന്നത്? ആ പയ്യൻ പറഞ്ഞിട്ടുണ്ടോ സെക്സ് വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന്? അങ്ങനെയൊക്കെയുള്ള മോശപ്പെട്ട വർത്തമാനമാണ് ഈ സ്ത്രീ ഈ കുട്ടീനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ആ സ്കൂളിന് മോശമായിട്ടുന്ന രീതിയിൽ അവൻ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ കയറിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. അവൻ സ്കൂൾ വന്നതിന് ശേഷം അവൻ്റെ ഫ്രീ ടൈമിലാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. എന്നും കരുതി അവന് മോശപ്പെട്ട ബിഹേവ് മറ്റു പെൺകുട്ടികളുടെ അടുത്ത് ചെയ്യണമെന്ന് ഉള്ള കാര്യമില്ല. അവന് ഈ ലോകത്തിലുള്ള വിവരങ്ങളെക്കുറിച്ചെല്ലാം ഏകദേശം അവനൊരു അറിവുണ്ട്. ആ അറിവ് കൊണ്ട് തന്നെയാണ് അവന് ഈ സംസാരിക്കുന്നതെന്നുള്ള കാര്യത്തിൽ നമുക്കെല്ലാവർക്കും അവൻ്റെ വീഡിയോ കാണുമ്പം തന്നെ നല്ല വ്യക്തത തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, 16 17 വയസ്സുള്ള ഒരു പയ്യനാണല്ലോ, പക്ഷേ അവന് നല്ലൊരു നോളജുള്ള ഒരു പയ്യനാണല്ലോ. സംസാരിക്കുന്ന കാര്യങ്ങളിലൊക്കെ നല്ല കൃത്യതയോടുകൂടിയാണ് സംസാരിക്കുന്ന കാര്യങ്ങൾ. അതും എത്ര സ്പീഡിലാണ് നമ്മളൊക്കെ നിർത്തി ചിലപ്പം ഇടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ ആലോചിച്ച് സംസാരിക്കും. പക്ഷേ ഇവൻ പറയുന്നത് നോൺ സ്റ്റോപ്പായിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ചാനൽ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. സപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. കാരണം ആ കുട്ടിയുടെ ഒരു കഴിവെന്ന് പറഞ്ഞാൽ വളരെയധികം നല്ല മിടുക്കനായിട്ടുള്ള ഒരു പയ്യനായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അവൻ്റെ ചാനലിലെ മിക്ക വീഡിയോകളും കാണാറുണ്ട്. ഞാനൊരു സബ്സ്ക്രൈബറും കൂടിയാണ്. അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ തന്നെ തോന്നിയത് മിടുക്കനാണല്ലോ സംസാരിക്കുന്നതിനുള്ള ആ ഒരു കഴിവ്. അവൻ കാര്യങ്ങൾ ശരിക്കും അനലൈസ് ചെയ്തിട്ട് തന്നെയാണ് അവൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അല്ലാതെ വെറുതെ വായിക്ക് വരുന്ന വാക്കുകൾ വിളിച്ചു പോയി പറയുന്നുമില്ല. അതുതന്നെയല്ല, അവൻ പറയേണ്ടടുത്ത് എല്ലാവരെയും ആ ഒരു റെസ്പെക്റ്റോട് കൂടി തന്നെയാണ് അവൻ അഭിസംബോധന ചെയ്യുന്നെന്നുള്ള കാര്യവും ശരിക്കും അതിൽ നിന്ന് മനസ്സിലാകാവുന്ന കാര്യമാണ്. എന്തായാലും ഈ ഒരു സ്ത്രീ ഈ ഒരു 16 വയസ്സുള്ള ഒരു പയ്യനെക്കുറിച്ച് ഇതുപോലത്തെ ആ പയ്യൻ്റെ അമ്മയെക്കുറിച്ച് വരെ മോശമായ രീതിയിൽ വന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്കുകൾ ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നതുമല്ല. അവർ ഈ വീഡിയോയെ കുറേയൊക്കെ കട്ട് ചെയ്തു എന്ന് അങ്ങനെ എന്തോ വേറെ യൂട്യൂബേഴ്സ് പറയുന്നുണ്ട്. അവർക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷമായിരിക്കും പ്രശ്നം ഗുരുതരം ആവുമെന്ന് മനസ്സിലാക്കി. എന്തായാലും ഈ പയ്യൻ്റെ കയ്യിൽ എന്തായാലും ആ വീഡിയോ കാണുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവൻ കണ്ടു കാണുമെന്ന് തന്നെ ചെയ്യും. അവനെതിരെ റിയാക്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാകും. എന്തായാലും അവൻ്റെ അമ്മയെക്കുറിച്ച് വരെ മോശമായി, വീട്ടിലിരിക്കുന്ന ആ അമ്മയെക്കുറിച്ച് വരെ മോശമായിട്ട് ഈ രീതിയിൽ തരം താന്ന് നെറികെട്ട വർത്തമാനം പറഞ്ഞ ഈ സ്ത്രീ ഈ കുട്ടിയോട് മാപ്പ് പറയേണ്ടത് തന്നെയുണ്ട്. കാരണം നിങ്ങൾ ആ പൊതുസമൂഹത്തിന് എല്ലാ മനുഷ്യരോടെയും കേൾക്കലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതുപോലെയുള്ള ഈ ആഭാസ വർത്തമാനം ആ പയ്യൻ്റെ നേരെ പറഞ്ഞു വിട്ടത്. ഈ രേണുസുധീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രേണുസുധിയുടെ വായിൽ നിന്ന് വീഴുന്ന ആ വാക്കുകൾ അന്നേരം എത്രത്തോളമാണെന്ന് നിങ്ങളുടെ കൂട്ടുകാരത്തിയോട് ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് വേണം മറ്റുള്ളവരെ നന്നാക്കാൻ. അവർ കാണിച്ചു കൂട്ടുന്ന ഈ നാണംകെട്ട വർത്തമാനങ്ങളും പ്രവൃത്തികളും കണ്ടിട്ടാണ് ആ പയ്യൻ സംസാരിച്ചിട്ടുണ്ടായത്. പയ്യൻ എന്ന് മാത്രമല്ല മിക്ക ആളുകളും. അങ്ങനെയുള്ളവരെ മര്യാദയ്ക്ക് നിർത്താൻ നോക്കാതെ നിങ്ങളുടെ കൂട്ടുകാരത്തിയെ പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിൽ നയിക്കാൻ ശ്രമിക്കുക. ഒരു നല്ല കൂട്ടുകാരാണെങ്കിൽ അങ്ങനെയാണ് അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലാതെ മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കരുത് എന്നാണ് ഈ ഒരു വീഡിയോയെക്കുറിച്ച് പറയാനുള്ള അഭിപ്രായം. എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്.